Hello my dear champions. എല്ലാവർക്കും Vedantu Malayalam ചാനലിലേക്ക് ഒരിക്കൽ കൂടെ സുസ്വാഗതം. വളരെ സ്പെഷ്യൽ ദിവസമാണെന്ന് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിവാലിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ വകയും ചെറിയൊരു ആഘോഷം ഉണ്ടായിരുന്നു ബാംഗ്ലൂർ വീട്ടിൽ. പുറത്തൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ക്ലാസ്സും കണ്ടന്റൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആഘോഷമൊക്കെ കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിക്കുന്നു, പതിയെ പഠിത്തത്തിലേക്ക് നീങ്ങി തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. ആഘോഷമാകാം മൈ ഡിയർ സ്റ്റുഡൻസ്, ബട്ട് അറ്റ് ദ സെയിം ടൈം പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് കംപ്ലീറ്റ് ആയിട്ട് മറക്കരുത്. ഇടയ്ക്കിടയ്ക്ക് തെന്നിപ്പോവാതെ നോക്കണം. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഒരു വലിയ ബ്രേക്ക് ഒരിക്കലും അലൗ ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും സാറ് ഞങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ലൈസൻസും കൂടി തരില്ലേ സാറ്? ആഘോഷിക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്, പക്ഷെ ചെറിയ ചെറിയ സാക്രിഫൈസസ് വിൽ ഗിവ് യു ഓർ വിൽ ഫെച്ച് യു ദ ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലൈഫ്. ഓക്കെ, ഇത് നേരിൽ കണ്ട് അല്ലെങ്കിൽ നേരിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയണത്. ഈ 2 വർഷത്തിൽ, അതിപ്പോൾ 11th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ 2 കൊല്ലമുണ്ട്, 12th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ 1 കൊല്ലം കൂടി ഇല്ല. എന്നാലും ചെറിയ സാക്രിഫൈസസ് ചെയ്താൽ മൈ ഡിയർ സ്റ്റുഡൻസ് വലിയ നേട്ടങ്ങൾ നേടാൻ പറ്റും. ഓക്കെ, ട്രസ്റ്റ് മീ ഓൺ ദാറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്. അപ്പൊ ആ ഒരു നോട്ടിൽ എല്ലാവർക്കും വൺസ് അഗെയിൻ വെൽക്കമിങ് ഓൾ മൈ ഡിയർ ചാമ്പ്യൻസ് ടു വെദാന്തു ചാനൽ. എല്ലാ പുതിയ മക്കൾക്കും ഒരു സ്പെഷ്യൽ വെൽക്കം ഉണ്ട്. ഓക്കെ, വേദാന്തു ചാനലിൽ പുതിയ മക്കളോട് വേറൊരു കാര്യം പറയാനുള്ളത്, ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം ടെലിഗ്രാം ചാനലിലെ ലിങ്ക് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു മേക്ക് ഷുവർ ദാറ്റ് യു ജോയിൻ ദ ടെലിഗ്രാം ചാനൽ ഓൾസോ. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഞാൻ പുതിയ മക്കൾക്കും പഴയ മക്കൾക്കും വേണ്ടി എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. എൻ്റെ പേര് സുദർശൻ, കെമിസ്ട്രി മാസ്റ്റർ ടീച്ചറാണ് വേദാന്തുവിൽ. നാട്ടിൽ കൊച്ചിയിലാണ്, ആലുവയിലാണ്. കുറേ ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അതിലേക്ക് പോവാൻ നിങ്ങൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ, എന്നെക്കുറിച്ച് മാത്രമല്ല വേദാന്തുവിടെ ഈ മലയാളം ടീച്ചേഴ്സ് എല്ലാവരെയും കുറിച്ച് അറിയാനായിട്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ സെഷൻസിലേക്ക് പോവാം മൈ ഡിയർ സ്റ്റുഡൻസ്. അവർ ഞങ്ങൾ അവിടെ ഞങ്ങളെക്കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇഷ്ടം പോലെ. ഓക്കെ, ഞാൻ പഠിച്ചതൊക്കെ ബിച്ച് പിലാനിയിലാണ്. കോളേജൊക്കെ ബിച്ച് പിലാനി ആയിരുന്നു. മാസ്റ്റേഴ്സ് ഇൻ കെമിസ്ട്രി എടുത്തതും അവിടെ തന്നെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഒരു നല്ല കോളേജിൽ എത്തിപ്പെട്ടാൽ എങ്ങനെ നിങ്ങളുടെ ജീവിതം മാറി മറയും എന്നുള്ളത് ഞാൻ നേരിൽ കണ്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് കോളേജിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഞാനതിങ്ങനെ എല്ലാ സെഷനിലും പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു പുഷ് നിങ്ങൾക്ക് വരണം, ആ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്ക് വരണം മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, വെറുതെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലോ ഒരു ഡോക്ടർ ആവാനോ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ പഠിച്ചാൽ പോരാ. ഏറ്റവും നല്ല കോളേജിൽ എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുക. ബാക്കിയുള്ളതെല്ലാം അതിനോടനുബന്ധിച്ച് ഓർ ഇൽ ബി റിലേറ്റഡ് ടു ഹൗ യു പെർഫോം ഇൻ ദി എക്സാമിനേഷൻ, റൈറ്റ്? അപ്പോൾ ശ്രമിക്കുക. അതായത് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ഒരു ഗിൽറ്റ് ഫാക്ടർ വരാൻ പാടില്ല. അയ്യോ കുറച്ചും കൂടി ട്രൈ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ജീവിതം മാറി മറിഞ്ഞേനെ. അതിപ്പോഴായിരിക്കില്ല, ചിലപ്പോൾ ഒരു 5, 10, 15, 20 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ആലോചിക്കണത്, അന്ന് ഞാൻ കുറച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിതം വേറൊരു തലത്തിലെത്തിയേനെ അല്ലെങ്കിൽ വേറൊരു ലെവലിലെത്തിയേനെ എന്ന് നിങ്ങൾ ആലോചിക്കാൻ പാടില്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ മാക്സിമം, അതിപ്പോൾ ഈ എക്സാമിനേഷൻ മാത്രമല്ല മൈ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ് അത് നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുകയാണെങ്കിൽ, ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് ഗിവ് യുവർ ബെസ്റ്റ് ഷോട്ട്. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക മൈ ഡിയർ സ്റ്റുഡൻസ്. കാരണം ആ ഓപ്പർച്യൂണിറ്റി മിസ്സായി കഴിഞ്ഞിട്ടുള്ളൊരു ഗിൽറ്റ് ഫാക്ടർ ഉണ്ടല്ലോ, അത് വളരെയധികം നിങ്ങളെ കുത്തി നോവിക്കും. അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് എപ്പോഴൊക്കെ നിങ്ങളുടെ മുമ്പിൽ കൂടെ ഓപ്പർച്യൂണിറ്റീസ് പോകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. ഓക്കെ, എനിക്ക് കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. ചില ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറയും ഓക്കെ ഫൈൻ ഇപ്പം നോക്കണ്ട, പിന്നെ നോക്കാം. പിന്നെയാണ് എൻ്റെ ലൈഫിൽ ഞാനത് ഓർക്കണം, അയ്യോ അന്ന് ഞാനത് കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറി മറിഞ്ഞേനെ. അതേപോലെ 11ലും 12ലും എൻ്റെ മുമ്പിലേക്ക് ഓടിയെത്തിയ ഓപ്പർച്യൂണിറ്റിയാണ് ഈ JEE എക്സാമിനേഷൻ അല്ലെങ്കിൽ ബിറ്റ്സാറ്റ് എക്സാമിനേഷൻ. അപ്പം അതിനുവേണ്ടി പഠിച്ചോ, അതിനുവേണ്ടി നല്ലൊരു ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പഠിത്തം നടത്തിക്കൊണ്ട് മാത്രമാണ് എനിക്കിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതും എനിക്ക് കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്നതും. അതായത് ഇങ്ങനെ ഒരു കോളേജ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും എന്നുള്ളത്. സോ ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പം ഉള്ളത്. ഗെറ്റ് ഹോൾഡ് ഓൺ ടു ദാറ്റ്. വർക്ക് ഹാർഡ് ആൻഡ് വർക്ക് സ്മാർട്ട്. ഓക്കെ ഫൈൻ.
അപ്പൊ നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? അതിന് മുമ്പ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോഴും തരുന്നത് പോലെ ഞങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, തമ്മിലടിക്കാൻ പാടില്ല മൈ ഡിയർ സ്റ്റുഡൻസ്, ബിക്കോസ് വി ആർ എ ഫാമിലി. ഈ ഫാമിലിയുടെ വളർച്ച നിങ്ങളുടെ കയ്യിലാണ്. സോ ഹെൽപ്പ് അസ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ, കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ, ഹെൽപ്പ് അസ് ഗ്രോ. ഓക്കെ, ഹെൽപ്പ് ഓൾ ഓഫ് us. അതായത് നിങ്ങളടക്കം ഉള്ള ഗ്രോത്തിനെയാണ്. അതായത് കൂടുതൽ വ്യൂവേഴ്സ് വരുമ്പോൾ നമ്മൾ കൂടുതൽ കണ്ടന്റ് ഇറക്കുന്നതാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. കൂടുതൽ കണ്ടന്റും കൂടുതൽ ക്വിസസും എല്ലാം ചാനലിലേക്ക് വരും മൈ ഡിയർ സ്റ്റുഡൻസ്. സോ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക, ആൻഡ് ഹെൽപ്പ് us ഗ്രോ മൈ ഡിയർ സ്റ്റുഡൻസ്, മൈ ഡിയർ ചാമ്പ്യൻസ്. ഓക്കെ, കൂൾ. അപ്പൊ നമുക്കിന്ന് സൊല്യൂഷൻസ് ചാപ്റ്ററിന്റെ 4ാമത്തെ സെഷനാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. We are going to deal with ideal and non-ideal solutions. ഇതിൽ ഈ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് ഞാനൊരു ഹിന്റ് തന്നിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്താണ് ഐഡിയൽ സൊല്യൂഷൻ എന്നുള്ളത്. പക്ഷെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോവുകയാണ്. വാട്ട് ഈസ് ഐഡിയൽ സൊല്യൂഷൻ, വാട്ട് ഈസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. എല്ലാവരും കാതോർത്ത് കേട്ടിരിക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, വളരെ രസകരമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇവിടെയും ഇന്നത്തെ ക്ലാസ്സിലും നമ്മൾ കുറച്ച് തെർമോഡൈനാമിക്സ് ഒക്കെ കുറച്ച് മിക്സ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. സോ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. സോ വാട്ട് ഈസ് an ideal solution? എല്ലാവരും നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഡെഫിനിഷൻ: a solution which obeys Raoult's law exactly at all concentrations and at all temperatures is called an ideal solution. A solution which obeys Raoult's law, അതാണ് ഐഡിയൽ സൊല്യൂഷൻ. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ at all concentrations and at all temperatures. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ അർത്ഥം എന്താണ് സാർ? നമുക്കറിയാം, ഞാനിങ്ങനെ ഒരു സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ്, സോ ലെറ്റ് us say I have a container like this. ഇങ്ങനെ ഒരു കണ്ടെയ്നർ ഞാൻ എടുത്തു. ഓക്കെ, എന്നിട്ട് അതിൽ ഞാൻ എയും ബിയും മിക്സ് ചെയ്തു മൈ ഡിയർ സ്റ്റുഡൻസ്. എ ആൻഡ് ബി, ഐ മേഡ് എ സൊല്യൂഷൻ ഓഫ് എ ആൻഡ് ബി മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? നമ്മൾ വിചാരിക്കുകയാണ്, ഓക്കെ ഫൈൻ, കൈ എ ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ ദ സൊല്യൂഷൻ ഫേസ്. ഓക്കെ, കൈ ബി ആണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദ സൊല്യൂഷൻ ഫേസ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ നമുക്കറിയാം, ഇത് രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും ഗേഷ്യസ് ഫേസും ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഗേഷ്യസ് ഫേസ് വേണമെങ്കിൽ വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെയും ഗേഷ്യസ് ഫേസും ഇവിടെ ഉണ്ടാവും മൈ ഡിയർ സ്റ്റുഡൻസ്. എ ആൻഡ് ബിയുടെ ഗേഷ്യസ് ഫേസും വരുന്നതാണ്. അല്ലെ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, രണ്ടും വോളറ്റൈൽ ലിക്വിഡ്സ് ആണ്. എയുടെയും ബിയുടെയും സൊല്യൂഷൻ ഫേസും എയുടെയും ബിയുടെയും ഗേഷ്യസ് ഫേസും, അല്ലെ? ഇവിടെ Raoult's law എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? Raoult's law says that the solution's vapor pressure PS is equal to chi A into P naught A plus chi B into P naught B. Hello my dear students, this is what Raoult's law says. അതായത് basically ഇതെന്താണ്? What is this? This is nothing but partial pressure of A. Yes or no? This is nothing but partial pressure of B. Yes or no my dear students? Yes or no? Partial pressure of A. അതായത് A മാത്രം എക്സേർട്ട് ചെയ്യണ പ്രഷർ എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? A മാത്രം എക്സേർട്ട് ചെയ്യണ പ്രഷർ is mole fraction of A in the solution phase into vapor pressure of pure A. B മാത്രം എക്സേർട്ട് ചെയ്യണ പ്രഷർ എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? Mole fraction of B in the solution phase into vapor pressure of pure B. Yes or no my dear students? So ഇതാണ് Raoult's law. Combining that with Dalton's law my dear students, we get the total solution pressure. Yes or no? So any solution which obeys this Raoult's law for every concentrations, അതായത് കൈ എയുടെയും കൈ ബിയുടെയും വാല്യൂ എന്തു തന്നെ ആയാലും ഇത് ഒബേ ചെയ്യുന്നു.
at any temperature. അതായത് ഇപ്പൊ ഞാൻ പറയാണ് chi A equal to 0.1 എടുക്കുകയാണ്. അപ്പൊ chi B എത്രയാണ്? 0.9. chi A equal to 0.11 എടുക്കുകയാണ്. അപ്പൊ chi B എത്രയാണ് my dear students? അപ്പൊ chi B എത്രയായിരിക്കും my dear students? chi B എത്രയായിരിക്കും my dear students? chi B will be equal to 0.89. chi A equal to 0.2 എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെ വെറുതെ റാൻഡം വാല്യൂസ് ഇടുകയാണ്. chi B equal to 0.8. അങ്ങനെ ഏത് വാല്യൂസ് എടുത്താലും ആ വാല്യൂസിലെല്ലാം ഇത് ഒബേ ചെയ്യുന്നതാണ്. അതായത് chi A chi B വാല്യൂ എന്ത് തന്നെ എടുത്താലും Raoult's law is obeyed. That is when you call the solution an ideal solution. That is when you call the solution an ideal solution, my dear students. മറക്കരുത്. Got it? Perfect? Okay. ഇനി ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞുതരാം my dear students. അതായത് നമ്മളൊരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ സപ്പോസ് ഞാനൊരു സോൾവെന്റ് എടുത്തു. ഓക്കെ, സോൾവെന്റ് ലെറ്റ് ഇറ്റ് ബി എ. ഓക്കെ, എ ആണ് സോൾവെന്റ്. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, യെസ് ഓർ നോ? ഞാനൊരു സൊല്യൂട്ട് എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. സൊല്യൂട്ട് ലെറ്റ് ഇറ്റ് ബി ബി. അപ്പൊ ബി ആണ് സൊല്യൂട്ട്. ഗോട്ട് ഇറ്റ്? ഇത് രണ്ടും മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വേറൊരു കണ്ടെയ്നർ എടുത്തു. ഇത് രണ്ടും ഇതിലേക്ക് ചാമ്പി. ഇതിലേക്ക് ചാമ്പുമ്പോൾ എന്ത് പറ്റും മൈ ഡിയർ സ്റ്റുഡൻസ്? ഇതിലേക്ക് ചാമ്പുമ്പോൾ യു ഹാവ് എ ആൻഡ് ബി ടുഗെദർ ഇൻ ദിസ്. അങ്ങനെയാണ് സൊല്യൂഷൻ പ്രിപ്പയർ ആവുന്നത്, അല്ലേ? അപ്പൊ ഞാൻ ഈ സൊല്യൂഷൻ ഉണ്ടാവുന്നത് 3 സ്റ്റെപ്പായിട്ട് തരംതിരിക്കാൻ പോവാണ്. ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് 3 steps. ക്രിയേറ്റ് എന്ന് ഉദ്ദേശിച്ചത് 3 സ്റ്റെപ്പായിട്ട് കാണുക എന്ന് വിചാരിക്കുക ഈ സൊല്യൂഷൻ പ്രിപ്പയർ ആവുന്നത്. എന്തൊക്കെയായിരിക്കും സ്റ്റെപ്സ് മൈ ഡിയർ സ്റ്റുഡൻസ്? സോ നമുക്കറിയാം, ഫോർ formation of the solution, solvent molecules has to interact with solute molecules. സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ഷൻ നടക്കണം. അതിനാദ്യം സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ആവണം. സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻ ബ്രേക്ക് ആവണം, അല്ലെ? സോൾവെന്റും സൊല്യൂട്ടും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട്, എയും ബിയും തമ്മിൽ ഇന്ററാക്ട് ചെയ്യാനായിട്ട് എയും തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്നാൽ എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുള്ളൂ മൈ ഡിയർ സ്റ്റുഡൻസ്. യെസ് ഓർ നോ? അതായത് ഞാനിപ്പോ ഇവിടെയുള്ള ഇന്ററാക്ഷൻ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? വാട്ട് ഇസ് ദ ഇന്ററാക്ഷൻ ദാറ്റ് ഇസ് പ്രസന്റ് ഓവർ ഹിയർ? എ ഇന്ററാക്ടിങ് വിത്ത് അനദർ എ. ഈ ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റർമോളിക്കുലർ ഫോഴ്സ് ആണ്. യെസ് ഓർ നോ? ഇവിടത്തെ ഇന്ററാക്ഷൻ എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഇവിടത്തെ ഇന്ററാക്ഷൻ എന്താണ്? ബി ഇന്ററാക്ടിങ് വിത്ത് അനദർ ബി. A line is basically the intermolecular force of attraction. ഇവിടത്തെ interaction എന്താണ് my dear students? A interacting with B. Yes or no my dear students? So how is a solution formed my dear students? A solution is formed when you break this. ഇത് break ചെയ്യണം. And you break this. ഇതും break ചെയ്യണം. And this is formed. അല്ലെ മൈ ഡിയർ സ്റ്റുഡൻസ്? എയും ബ്രേക്ക് ആയി, ബിയും ബ്രേക്ക് ആയി, എയും ബിയും ഫോം ആയി. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അല്ലെ? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, ബ്രേക്ക് ചെയ്യണമെങ്കിൽ ദിസ് പാർട്ട് ഓവർ ഹിയർ, ഡോണ്ട് യു തിങ്ക് ദിസ് ഇസ് ആൻ എൻഡോതെർമിക് പ്രോസസ്? എൻഡോതെർമിക് പ്രോസസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഡെൽറ്റ എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 ഓവർ ഹിയർ. യെസ് ഓർ നോ? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ബ്രേക്ക് എ ബോണ്ട്, ഇറ്റ്സ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഇവിടെ മൈ ഡിയർ സ്റ്റുഡൻസ്, ദിസ് ഇസ് ഓൾസോ എൻഡോതെർമിക് പ്രോസസ് മൈ ഡിയർ സ്റ്റുഡൻസ്. ദിസ് ഇസ് ഓൾസോ എൻഡോതെർമിക് പ്രോസസ്. ഡെൽറ്റ എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. This is also endothermic process my dear students. Delta H is greater than 0. എന്നാൽ ഇവിടെ my dear students, a bond is being formed. അപ്പോൾ don't you think that energy will be released? ഇതൊരു exothermic process ആയിരിക്കും. ഇതൊരു exothermic process ആയിരിക്കും my dear students. Delta H is lesser than 0. കാര്യം ഇവിടെ bond is breaking. ഇവിടെയും ബോണ്ട് ഇസ് ബ്രേക്കിംഗ്. ഇഫ് യു വാണ്ട് ടു ബ്രേക്ക് എ ബോണ്ട്, യു ഹാവ് ടു സപ്ലൈ എനർജി നമ്മൾ കൊടുക്കണം. അപ്പൊ ആ ബോണ്ട് ബ്രേക്ക് ആവുന്നു. ആ ബോണ്ട് ബ്രേക്ക് ആവുമ്പോൾ ഡെൽറ്റ എച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0. ഇറ്റ് ഇസ് ആൻ എൻഡോതെർമിക് പ്രോസസ്. ഇവിടെ മൈ ഡിയർ സ്റ്റുഡൻസ്, എ ബോണ്ട് ഇസ് ബീങ് ഫോംഡ്. അപ്പൊ അതൊരു എക്സോതെർമിക് പ്രോസസ് ആവുന്നു. ഇത് നിങ്ങൾ മനസ്സിൽ കാണുക. അതായത് ഒരു സൊല്യൂഷൻ ഫോം ആവണമെങ്കിൽ സോൾവെന്റ് ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യണം. അതൊരു എൻഡോതെർമിക് പ്രോസസ് ആണ്. സൊല്യൂട്ട് ഇന്ററാക്ഷൻ ബ്രേക്ക് ചെയ്യണം.
അതും ഒരു എൻഡോതേർമിക് പ്രോസസ് ആണ്. എനർജി ഈസ് റിക്വയർഡ്. സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഫോം ആവുന്നു, ന്യൂ ഇന്ററാക്ഷൻ ഫോം ആവുന്നു, അതൊരു എക്സോതേർമിക് പ്രോസസ് ആണ്. ന്യൂ ബോണ്ട്സ് ആർ ബീങ് ഫോംഡ്. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ, ഗുഡ്. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക. നമുക്കിനി ഐഡിയൽ സൊല്യൂഷന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. ഐഡിയൽ സൊല്യൂഷന്റെ ചില ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാം. എല്ലാവരും നോക്കുക മൈ ഡിയർ സ്റ്റുഡൻസ്. ഇഫ് ഐ ഹാവ് എ സൊല്യൂഷൻ ഓഫ് എ ആൻഡ് ബി, if I have a solution of A and B and I say that it's an ideal solution, ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ, ഇതൊരു ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ എ ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സോൾവെന്റ് സോൾവെന്റ് ഇന്ററാക്ഷനും സൊല്യൂട്ട് ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷനും സെയിം ആയിരിക്കും. എ ഇന്ററാക്ഷനും ബി ഇന്ററാക്ഷനും എ ബി ഇന്ററാക്ഷനും സെയിം ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. Yes or no, my dear champions? Yes or no, my dear students? അതായത് സോൾവെന്റ് എത്ര how strong the bond is, അതേ സ്ട്രെങ്തിൽ തന്നെയായിരിക്കും സൊല്യൂട്ട് ഇന്ററാക്ഷനും, അതേ സ്ട്രെങ്തിൽ തന്നെയായിരിക്കും സോൾവെന്റ് ഇന്ററാക്ഷനും. Yes or no, my dear students? Perfect or not? ഇനി നിങ്ങൾ അറിയേണ്ടത് ഡെൽറ്റ എച്ച് ഓഫ് മിക്സിംഗ് വിൽ ബി ഈക്വൽ ടു 0. Delta H of mixing will be equal to 0 എന്ന് ഉദ്ദേശം എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? The total enthalpy of mixing or total enthalpy of formation of an ideal solution is equal to 0. അപ്പൊ നിങ്ങൾ പറയും സാർ അതൊന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും നോക്കുക, എല്ലാവരും നോക്കണേ. സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്ത് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ ഓൾറെഡി 3 സ്റ്റെപ്പുകൾ കണ്ടു കഴിഞ്ഞു. എന്തൊക്കെയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? സോൾവെന്റ് ഇന്ററാക്ഷൻസ് ബ്രേക്ക് ആവണം. സോൾവെന്റ് ഇന്ററാക്ഷൻസ് ബ്രേക്ക് ആവണം മൈ ഡിയർ സ്റ്റുഡൻസ്. സപ്പോസ് A is a solvent interaction, ഞാൻ എനർജി സപ്ലൈ ചെയ്യുന്നു, അത് ബ്രേക്ക് ആവണം. സൊല്യൂട്ട് ഇന്ററാക്ഷൻസ് ബ്രേക്ക് ആവണം മൈ ഡിയർ സ്റ്റുഡൻസ്, അതിനും ഞാൻ എനർജി സപ്ലൈ ചെയ്യുന്നു, അത് ബ്രേക്ക് ആവണം. പിന്നെ സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻസ് ഫോം ആവണം. ഞാൻ 2 AB എഴുതിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ ഇത് ബ്രേക്ക് ആവുമ്പോൾ 2 A കിട്ടും അല്ലെ, ഇവിടെ ഇത് ബ്രേക്ക് ആവുമ്പോൾ 2 B കിട്ടും അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഒരു എ ഒരു ബി ആയിട്ട് ഫോം ചെയ്യുന്നു, മറ്റേ ബി ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ 2 AB കിട്ടി. ഇനി നമ്മൾ എന്താ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് സപ്പോസ് ഇമാജിൻ എനിക്കിവിടെ 10 ആണ് 10 joules of energy is required to break this എന്ന് വിചാരിക്കാം. 10 joules of energy is required to break this bond. Yes or no? ഇവിടെ എനിക്ക് 10 തന്നെ വേണ്ടി വരും മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം ഞാൻ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ചാണ് പറയുന്നത്. സോൾവെന്റ് interaction, solvent bond is the same. The interaction is the same as that of solute. Yes or no? അപ്പൊ ഇവിടെ 10 വേണമെങ്കിൽ ഇവിടെയും 10 വേണം മൈ ഡിയർ സ്റ്റുഡൻസ്, because their strength is almost the same. അപ്പൊ energy required to break the bond, the energy required to break the bond will also be the same my dear students. Yes or no? അപ്പൊ ഇവിടെ 10 ഇവിടെ 10. ഇനി ഇവിടെ എയും ബിയും തമ്മിൽ ബോണ്ട് ഫോം ആവുമ്പോൾ 10 joules റിലീസ് ആവുകയാണ്. So I can put it as -10 over here. അല്ലേ? 10 joules റിലീസ് ആവുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. Because we know that exothermic processൽ നമ്മൾ എനർജിനെ മൈനസ് ആയിട്ട് കാണുന്നു. Yes or no? ഇവിടെയും എത്രയായിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്? -10. 10 joules റിലീസ് ആവുകയാണ് മൈ ഡിയർ സ്റ്റുഡൻസ് അല്ലേ? 10 joules റിലീസ് ആവുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാർ ഇവിടെ 10 എന്തുകൊണ്ടാണ് സാർ എടുത്തത്? കാര്യം എന്തെന്ന് ചോദിച്ചാൽ ഇവിടെ രണ്ടും ഓക്കെ എല്ലാത്തിന്റെയും ബോണ്ട് സ്ട്രെങ്ത് ഓൾമോസ്റ്റ് സെയിം ആണ്. ഐഡിയൽ സൊല്യൂഷന്റെ കേസിൽ എല്ലാത്തിന്റെയും ബോണ്ട് സ്ട്രെങ്ത് സെയിം ആണ്. യെസ് ഓർ നോ? അല്ലെങ്കിൽ ബോണ്ട് എനർജിയും സെയിം ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്. ബോണ്ട് സ്ട്രെങ്ത് സെയിം ആണെങ്കിൽ ബോണ്ട് എനർജിയും സെയിം ആയിരിക്കും. ഇവിടെ 10 ജൂൾസ് ബ്രേക്ക് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ 10 ജൂൾസ് റിലീസ് ആവും ബോണ്ട് ഫോം ആവുമ്പോൾ. യെസ് ഓർ നോ? ദിസ് ഇസ് ബോണ്ട് ഡിസോസിയേഷൻ എനർജി, ദിസ് ഇസ് ബോണ്ട് ഫോർമേഷൻ എനർജി. രണ്ടും സെയിം ആയിരിക്കും. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. അതായത് 10 ജൂൾസ് ഇത് പൊളിക്കാൻ വേണമെങ്കിൽ
ഇത് ഫോം ആവുമ്പോൾ 10 joules റിലീസ് ആവുന്നു. കാരണം അതേ സ്ട്രെങ്ത്തിൽ തന്നെയാണ് ഫോം ആവുന്നത്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ എനർജി ഇൻ ദിസ് പ്രോസസ്? ഈ ടോട്ടൽ എനർജി, ടോട്ടൽ എൻതാൽപ്പി ഓഫ് മിക്സ് എത്രയാണ് വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് is coming out to be 10 plus 10 minus 10 minus 10, that is equal to 0. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. ഈ ഇന്ററാക്ഷൻ എനർജീസ് സെയിം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ററാക്ഷൻ സ്ട്രെങ്ത് സെയിം ആയതുകൊണ്ട് ദ ടോട്ടൽ എൻതാൽപ്പി ഓഫ് മിക്സിംഗ്, അതായത് ആ സൊല്യൂഷൻ ഫോം ആവാനായിട്ട് എത്ര എൻതാൽപ്പി വേണം, ദാറ്റ്സ് ഈക്വൽ ടു 0. Okay, the total enthalpy of mixing will be equal to 0, my dear students. Okay, അതുകൊണ്ടാണ് delta H of mixing will be equal to 0 എന്ന് കൊടുത്തിരിക്കുന്നത്. Got it? Fine. Next, delta V of mixing also is equal to 0. Delta V of mixing എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? Delta V of mixing എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഞാൻ പറഞ്ഞു തരാം my dear students. Delta V of mixing എന്ന് ഉദ്ദേശിച്ചത്, സപ്പോസ് ഞാൻ സോൾവെന്റ് എടുത്തു. ഓക്കെ, എ ആണ് സോൾവെന്റ്. ഓക്കെ, ഇതൊരു 10 ലിറ്റർ എടുത്തു എന്ന് വിചാരിക്കുക. 10 ലിറ്റർ ഓഫ് എ. ഇനി ഞാൻ ബി എടുത്തു മൈ ഡിയർ സ്റ്റുഡൻസ്. ബി ആണ് സൊല്യൂട്ട്. ഇതൊരു 5 ലിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് രണ്ടും കൊണ്ട് ഞാൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്തു. എന്തിന്റെ? എയുടെയും ബിയുടെയും സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്താൽ ഇതിന്റെ വോളിയം 15 ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും സാർ അത് കോമൺ സെൻസ് അല്ലേ, 10ഉം 5ഉം കൂട്ടിയാൽ എപ്പോഴും 15 ആവണമെന്നില്ല. സോ ബേസിക്കലി എല്ലാവരും നോക്കുക, ഡെൽറ്റ വി മിക്സ് is nothing but V final minus V initial. ഈ V എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വോള്യൂം ആണ് കേട്ടോ. ഈ V എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ വോള്യൂം ആണ്. V is basically the total volume. ടോട്ടൽ ഫൈനൽ വോള്യൂം മൈനസ് ടോട്ടൽ ഇനീഷ്യൽ വോള്യൂം, അതാണ് ഡെൽറ്റ V ഓഫ് മിക്സ്. ടോട്ടൽ ഇനീഷ്യൽ വോള്യൂം എത്രയാണ്? ഈ V ഇനീഷ്യൽ എത്രയാണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഈ V ഇനീഷ്യൽ എത്രയാണ്? V initial is basically total initial volume, that is 10 plus 5, that is equal to 15. V final എത്രയാണ്? V final will be equal to, അത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 15 എന്ന്. Yes or no? So delta V of mixing equal to 0. അപ്പൊ നിങ്ങൾ പലരും ചോദിക്കും സാർ ഇത് എപ്പോഴും ഇങ്ങനെയല്ലേ? അല്ല, ഐഡിയൽ സൊല്യൂഷൻസിൽ ഇതെങ്ങനെയാണ്. നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ ഇതിന്റെ കേസ് മാറും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, മറക്കരുത്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻസിൽ നമ്മൾ പഠിച്ചത് ഇന്ററാക്ഷൻ സ്ട്രെങ്ത്, സോൾവെന്റ് ഇന്ററാക്ഷൻ is the same as solute interaction, is the same as solvent interaction. Enthalpy of mixing equal to 0. Delta V of mixing equal to 0. ഇനി ഞാൻ വേറെ രണ്ട് കാര്യം പറഞ്ഞു തരാം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഡെൽറ്റ എസ് ഓഫ് മിക്സിംഗ്, entropy of mixing will be greater than 0 and delta G of mix will be less than 0. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറിന് ഇതെങ്ങനെ കിട്ടി? Entropy of mixing greater than 0, Gibbs energy of mixing less than 0 എങ്ങനെ കിട്ടി? വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇതിന് ഒറ്റൊരു ലോജിക്ക് നിങ്ങൾ മനസ്സിൽ കണ്ടാൽ മതി. You should understand that formation of this ideal solution, it's a spontaneous process. It's a spontaneous process. അതായത് ഒരു സൊല്യൂഷൻ ഫോർമേഷൻ, ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം, whether it be ideal or non-ideal, formation of a solution is a spontaneous process. അതായത് നിങ്ങൾ ആൽക്കഹോളും വെള്ളവും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിയെ സൊല്യൂഷൻ ആയിട്ട് മാറും. നിങ്ങളൊന്നും ചെയ്യണ്ട. ഓക്കെ, മിക്സ് ചെയ്യണം, പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ എനർജി സപ്ലൈ ചെയ്യോ നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. ഇറ്റ്സ് എ സ്പോണ്ടേനിയസ് പ്രോസസ്. അത് നിങ്ങൾ ഏത് സൊല്യൂഷൻ എടുത്താലും the formation is a spontaneous process. Formation of the solution is a spontaneous process. Spontaneous process le Gibbs energy of mixing will be less than 0. Yes or no? അപ്പൊ ഈ ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് അല്ലേ? യെസ് ഓർ നോ? ഇതിൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആണ്, ദിസ് വാല്യൂ ഇസ് നെഗറ്റീവ്.
ഐഡിയൽ സൊല്യൂഷൻ. ഡെൽറ്റ എച്ച് 0 ആണ്. ഡെൽറ്റ എച്ച് 0 ആണ്, ഇത് നെഗറ്റീവ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി ഡെൽറ്റ എസ് പോസിറ്റീവ് ആയിരിക്കണ്ടേ? യെസ് ഓ നോ? കാര്യം ഇത് 0 ആണ്, ഇത് നെഗറ്റീവ് ആണ്. ഇത് നെഗറ്റീവ് ആക്കാനായിട്ട് ഡെൽറ്റ എസ് പോസിറ്റീവ് ആവണം, എന്നാലേ ഇത് മൊത്തം നെഗറ്റീവ് ആവുള്ളൂ. കാര്യം ഡെൽറ്റ എച്ച് 0. സോ ബേസിക്കലി spontaneous process ആയതുകൊണ്ട് delta G is less than 0 and obviously delta S greater than 0 comes along with it. Yes or no, my dear students? വേറൊരു ഐഡിയ കൂടി പറഞ്ഞുതരാം മൈ ഡിയർ സ്റ്റുഡൻസ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ എൻട്രോപ്പി ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയും നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാം, ഫോർ എ സ്പോണ്ടേനിയസ് പ്രോസസ് ദ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഒരു സൊല്യൂഷൻ ഫോർമേഷനിൽ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് will be greater than 0 because it is a spontaneous process. Okay, and delta G is less than 0. Okay, yes or no? അപ്പോൾ ഇത് 4 മറക്കരുത്. എന്തൊക്കെയാണ്? ആക്ച്വലി 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ററാക്ഷൻ എനർജീസ് സെയിം ആയിരിക്കും ഐഡിയൽ സൊല്യൂഷനിൽ. യെസ് ഓർ നോ? ഡെൽറ്റ എച്ച് മിക്സ് ഇസ് ഈക്വൽ ടു 0, ടോട്ടൽ ഡെൽറ്റ എച്ച് മിക്സ്. ഡെൽറ്റ വി മിക്സ് ഇസ് ഈക്വൽ ടു 0. യെസ് ഓർ നോ? ടോട്ടൽ വോള്യൂം ചേഞ്ച് ഇസ് ഈക്വൽ ടു 0. ഡെൽറ്റ എസ് ഓഫ് മിക്സ്, എൻട്രോപ്പി ചേഞ്ച് ഇസ് ഗ്രേറ്റർ ദാൻ 0 and delta G of mix is less than 0. ഓക്കെ, ഫൈൻ, മറക്കരുത്. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് കിടക്കാം. അടുത്ത കാര്യം എന്ന് പറയുന്നത് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് മക്കളെ. നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. അതായത് നമുക്കറിയാം ഐഡിയൽ സൊല്യൂഷൻസ് ഒബേസ് Raoult's law. Appa non-ideal solutions are non-ideal solutions is not going to obey Raoult's law. Adayadu PS will not be equal to chi A into P naught A plus chi B into P naught B. Yes or no? Fine. നമുക്ക് ഇങ്ങനെയും എഴുതാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് പാർഷ്യൽ പ്രഷർ ഓഫ് എ വിൽ നോട്ട് ബി ഈക്വൽ ടു കൈ എ ഇൻടു പി നോട്ട് എ ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ബി വിൽ നോട്ട് ബി ഈക്വൽ ടു കൈ ബി ഇൻടു പി നോട്ട് ബി. ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്. ടോട്ടൽ പ്രഷർ ഓഫ് സൊല്യൂഷൻ is not equal to this plus this. എന്തുകൊണ്ടാണ്? Because you know that the total pressure should be equal to sum of partial pressures. ഇതായിരിക്കണം. Total pressure should be equal to sum of partial pressures. Total pressure should be equal to sum of partial pressures. അത് Dalton's law ആണ്. പക്ഷേ partial pressure is not equal to this and this partial pressure is not equal to this. So obviously total pressure will not be equal to this term plus this term. അതങ്ങനെ വരില്ല നോൺ ഐഡിയൽ സൊല്യൂഷൻസിൽ. ഓക്കെ, യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾക്കറിയാം, ഈ നോട്ട് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ദിസ് പി എസ് ക്യാൻ ഈദർ ബി ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ഓർ പി എസ് ക്യാൻ ബി ലെസർ ദാൻ ദിസ് വാല്യൂ. പി എസ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ദിസ് വാല്യൂ ഓർ പി എസ് ക്യാൻ ബി ലെസർ ദാൻ ദിസ് വാല്യൂ. അല്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? ഫൈൻ. ഈ രണ്ട് രീതിയിലും രണ്ട് ടൈപ്പ് ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുന്നത്. When PS is greater than this, there's a type of non-ideal solution. When PS is lesser than this, there's a type of non-ideal solutions. നമുക്ക് എന്താ നോക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്? അതിനു മുമ്പ് ഒബ്വിയസ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് എക്സാമ്പിൾസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻസ്. പഠിച്ചു വെക്കുക. ബെൻസീൻ പ്ലസ് ടൊളുവീൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എൻ ഐഡിയൽ സൊല്യൂഷൻ. നോർമൽ ഹെക്സൈൻ പ്ലസ് നോർമൽ ഹെപ്റ്റൈൻ, ദീസ് ആർ ഓൾ എക്സാമ്പിൾസ് ഓഫ് ഐഡിയൽ സൊല്യൂഷൻ. നിങ്ങൾ സാമാന്യം ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ നോർമൽ ഹെക്സൈൻ എടുക്കുകയാണ് CH3 CH2 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 CH3. അതേപോലെ നോർമൽ ഹെപ്റ്റൈൻ എടുക്കുകയാണ് CH3 CH2 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 2 3 4 5 CH2 CH3. ഇതിന് രണ്ടിന്റെ മോളിക്യുലർ മാസസിന് വലിയ വ്യത്യാസം വരുന്നില്ല.
മോളിക്കുലാർ മാസസിന് വലിയ വ്യത്യാസം വരുന്നില്ല. ഇത് രണ്ടും നോൺ പോളാർ കോമ്പൗണ്ട്സുമാണ്. പൊളാരിറ്റി ഒട്ടുമില്ല രണ്ടിനും. പൊളാരിറ്റി ഇല്ല, രണ്ടിന്റെ മോളിക്കുലാർ മാസ് സെയിം ആണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഇന്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻസും സെയിം ആയിരിക്കും. അതായത് വൺ ഹെപ്റ്റൈൻ മോളിക്യൂൾ ഇന്ററാക്ടിങ് വിത്ത് അനദർ ഹെപ്റ്റൈൻ മോളിക്യൂൾ വിൽ ബി സിമിലർ ടു one hexane molecule interacting with another hexane molecule. കാര്യം എന്താണ്? രണ്ടിന്റെ molecular masses almost same ആണ്. നമുക്കറിയാം molecular mass, we know that molecular mass is directly proportional to intermolecular force of attraction. ഇത് നിങ്ങൾ മറക്കരുത് അല്ലേ? Yes or no? അപ്പോൾ molecular masses almost same ആണ്. Exactly same ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ almost same ആണ് my dear students. അപ്പോൾ interaction energiesഉം almost same ആയിരിക്കും. Interaction energies almost same ആണെങ്കിൽ it will form an ideal solution. Got it? Yes or no? അതേപോലെ തന്നെയാണ് ബെൻസീനും ടൊളുവീനും. ഓക്കെ മൈ ഡിയർ സ്റ്റുഡൻസ്, മറക്കരുത്. നമുക്കിനി നോൺ ഐഡിയൽ സൊല്യൂഷനിലേക്ക് കയറാം. Those solutions which do not obey Raoult's law are called as non-ideal solutions. അതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത്. Those solutions which do not obey Raoult's law are called as non-ideal solution. ഇനി non-ideal solutions രണ്ട് തരമുണ്ട്. Solutions which show positive deviation from Raoult's law and solutions which show negative deviation from Raoult's law. Solutions which show positive deviation from Raoult's law and negative deviation from Raoult's law. എന്താണ് നോക്കാം my dear students? Positive deviation from Raoult's law. ഗ്രാഫ് നോക്കല്ലേ, ഗ്രാഫ് നോക്കി പേടിക്കണ്ട, ഗ്രാഫ് വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇപ്പൊ നോക്കല്ലേ, ഞാൻ അതിലേക്ക് വരാം. ഇൻ പോസിറ്റീവ് ഡീവിയേഷൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ is lesser than solvent and solute interaction. Solute solvent interaction is lesser than solvent interaction and solute interaction. അതായത് എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇസ് വീക്കർ ദാൻ എയും ആൻഡ് ബിയും. എ എന്ന് വെച്ചാൽ സോൾവെന്റ്, ബി എന്ന് വെച്ചാൽ സൊല്യൂട്ട്. ഓക്കെ, ഇതാണ് ആദ്യത്തെ പോയിന്റ്. ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ സീറോ. അതായത് ഇതൊരു എൻഡോതേർമിക് പ്രോസസ് ആണെന്നാണ് പറഞ്ഞു വരുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ടോട്ടലി ഇറ്റ്സ് എൻ എൻഡോതേർമിക് പ്രോസസ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സാറ് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റുമോ? നേരത്തെ നമ്മൾ 10 വെച്ചിട്ടൊരു എക്സാമ്പിൾ കണ്ടില്ലേ, അതേപോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. അതായത് ഇപ്പൊ എയും തമ്മിലുള്ള ഇന്ററാക്ഷൻ, ലെറ്റ് us say the energy that should be supplied is 10. ഓക്കെ, എയും തമ്മിൽ 10 കൊടുക്കണം എന്ന് വിചാരിക്കാം. ബിയും ബ്രേക്ക് ചെയ്യാനായിട്ട് ലെറ്റ് us say ഞാൻ വേറൊരു വാല്യൂ കൊടുക്കാം, 8 കൊടുക്കണം എന്ന് വിചാരിക്കാം. യെസ് ഓർ നോ? അപ്പൊ ഇത് രണ്ടും ബ്രേക്ക് ചെയ്യാനായിട്ട് എത്രയാണ് മൊത്തം വേണ്ടത്? 10 + 8 18 വേണം. ഇനി എയും ബിയും ഫോം ചെയ്യാനായിട്ട് ഇതിനേലും കുറവ്, അതായത് എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. റിമെമ്പർ, എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവാണ്. സോ ദ എനർജി റിലീസ് വിൽ ബി ലെസ്സർ. ലെറ്റ് us say it's 5 -5 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് 2 AB എടുക്കാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഇവിടെ -5 വരും. എന്തുകൊണ്ടാണ് 2 AB എടുക്കണത്? ഈ എയും ബ്രേക്ക് ആവുമ്പോൾ 2A വരും, ബിയും ബ്രേക്ക് ആവുമ്പോൾ 2B വരും. ഒരു AB ഫോം ചെയ്യുമ്പോൾ 5 joules റിലീസ് ആവുന്നു മൈനസ്. ഓക്കെ, മറ്റേ AB ഫോം ആവുമ്പോൾ വീണ്ടും ഒരു 5 joules റിലീസ് ആവുന്നു. സോ ടോട്ടലി എത്രയാണ് റിലീസ് ആവുന്നത്? -10. സോ ബോൺസ് ബ്രേക്ക് ചെയ്യാനായിട്ട് 18, ബോൺസ് ഫോം ചെയ്യാനായിട്ട് 10 joules റിലീസ് ആവുന്നു. സോ ടോട്ടൽ എത്രയാണ് വരുന്നത്? 18 - 10 ടോട്ടൽ. അതായത് this plus this plus this plus this. How much is that? 18 - 10, that is equal to 8. That's an endothermic one. കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, എ ബിയുടെ ഇന്ററാക്ഷൻ എനർജി വീക്കർ ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റിലീസ് ആവാൻ പോണ എനർജി ഇസ് ലെസ്സർ ദാൻ ദിസ് 10 and 8. അപ്പൊ ഞാൻ റാൻഡം ആയിട്ട് വാല്യൂസ് ഇട്ടുന്നേ ഉള്ളൂ. Just to show you that the energy released by these guys will be lesser than the energy required to break these bonds. But totally നോക്കുമ്പോൾ പോസിറ്റീവ് ആണ് വരുന്നത് my dear students. It's an endothermic process. It is an endothermic process. മറക്കരുത്. Okay? Yes or no? So delta H of mixing for positive deviation is greater than 0. That's an endothermic process. പിന്നെ delta V of mixing is greater than 0.
ഡെൽറ്റ വി ഓഫ് മിക്സിംഗ് ഇസ് ഗ്രേറ്റർ ദാൻ 0. അതായത് ഞാനിപ്പോൾ എ എടുത്തു 10 ലിറ്റർ. ഓക്കെ, പിന്നെ ബി എടുത്തു എത്ര, ഒരു 5 ലിറ്റർ. യെസ് ഓ നോ? ഇത് രണ്ടും കൊണ്ട് ഞാനൊരു സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് 15 അല്ല കിട്ടാൻ പോകുന്നത്. ഈ എ ബി സൊല്യൂഷൻ വിൽ ബി ഗ്രേറ്റർ ദാൻ 15. മൈ ഡിയർ സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് ഡെൽറ്റ വി ഓഫ് മിക്സ് എത്രയാണ്? വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ. ടോട്ടൽ ഫൈനൽ വോള്യൂം പ്ലസ് ടോട്ടൽ ഇനീഷ്യൽ വോള്യൂം. Total final volume plus total initial volume will be greater than 0. എന്തുകൊണ്ടാണ്? സിമ്പിൾ കോമൺ സെൻസ് യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. ഈ എയുടെയും ബിയുടെയും ഇന്ററാക്ഷൻ വീക്കർ ആവുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, a weak bond will have larger bond length. അപ്പൊ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടും. എയും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ബി. അപ്പൊ എയും തമ്മിൽ ചെറുതായിരിക്കും. ഓക്കെ, ഡിസ്റ്റൻസ് സെപ്പറേഷൻ ചെറുതായിരിക്കും. ബിയും തമ്മിൽ ചെറുതായിരിക്കും. പക്ഷെ എയും ബിയും കൂടുമ്പോൾ ഇവന്മാർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുകയാണ്. സോ ബേസിക്കലി ദർ ഇസ് എ സ്പേസ് ബീങ് ക്രിയേറ്റഡ് ഓവർ ദർ. കാര്യം എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ വീക്കർ ആണ്. ബിയും ആണെങ്കിൽ അമ്മാരെ അടുപ്പിച്ചായിരിക്കും, എയും ആണെങ്കിൽ അമ്മാരെ അടുപ്പിച്ചായിരിക്കും. പക്ഷെ എയും ബിയും കൂടുമ്പോൾ അമ്മാര് തമ്മിൽ ഗ്യാപ്പ് വരും. അതുകൊണ്ടാണ് ഇന്ററാക്ഷൻ കുറവ് വരുന്നത്. അതുകൊണ്ടാണ് എനർജി കുറവ് വരുന്നത്, സ്ട്രെങ്ത് കുറവാവുന്നത്. സോ ഒബ്വിയസ്ലി ദേ ആർ ക്രിയേറ്റിംഗ് മോർ സ്പേസ്. വോളിയം കൂടുകയാണ്. സോ ദിസ് ഫൈനൽ വോളിയം വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ഇനീഷ്യൽ ടോട്ടൽ വോളിയം. കോമൺ സെൻസ് ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്, നത്തിങ് എൽസ്. ഓക്കെ, പിന്നെയുള്ളത് നിങ്ങൾ മറക്കരുത്, ഡെൽറ്റ എസ് ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ഡെൽറ്റ ജി ഓഫ് മിക്സ് ഇസ് ലെസർ ദാൻ 0. അപ്പൊ നിങ്ങൾ ചോദിക്കും, സർ അതെന്തുകൊണ്ടാണ്? വളരെ എളുപ്പം. ബിക്കോസ് I told you, irrespective of whether it is an ideal solution or non-ideal solution, formation of the solution is spontaneous process. Formation of the solution is a spontaneous process. എന്ന് പറയുമ്പോൾ delta G of mix will be less than 0. Delta S of mix will be greater than 0. അത്രയും ഓർത്താൽ മതി. Got it? Yes or no, my dear students? ഇനി നമുക്ക് ഈ ഗ്രാഫിലേക്ക് കിടക്കാം. ഈ ഗ്രാഫിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കറിയാം ഫോർ an ideal solution, ഒരു ഐഡിയൽ സൊല്യൂഷന് partial pressure of A is equal to mole fraction of A in the solution phase into P naught A. Partial pressure of B is equal to mole fraction of A mole fraction of B in solution phase into P naught B. അല്ലേ? ഇനി പോസിറ്റീവ് ഡീവിയേഷൻ എന്താണ് വരുന്നത് മൈ ഡിയർ സ്റ്റുഡൻസ്? ലെറ്റ്സ് സീ ദാറ്റ്. പോസിറ്റീവ് ഡീവിയേഷന്റെ കാര്യത്തിൽ എല്ലാവരും നോക്കുക. പാർഷ്യൽ പ്രഷർ ഓഫ് A is actually greater than chi A into P naught A. And partial pressure of B is greater than chi B into P naught B. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ അതെങ്ങനെ മനസ്സിലായി? അതിന്റെ ലോജിക് എന്താണ്? വളരെ സിമ്പിൾ ആണ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഇങ്ങനൊരു സൊല്യൂഷൻ എടുത്തു, എയും ബിയും തമ്മിലുള്ള സൊല്യൂഷൻ. ഓക്കെ, എയും ബിയും തമ്മിലുള്ള സൊല്യൂഷൻ. ഇനി ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ മൈ ഡിയർ സ്റ്റുഡൻസ് അതിനൊരു പ്രത്യേക ബോണ്ട് എനർജി ഉണ്ടാവും എയും ബിയും തമ്മിൽ, അല്ലെ? We know that for ideal solution, AB interaction is the same as AA interaction and BB interaction, അല്ലെ? ഇത് നമുക്കറിയാം. Yes or no? Positive deviation AB interaction is lesser than AA and BB. ഇതും നമുക്കറിയാം മൈ ഡിയർ സ്റ്റുഡൻസ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ പോസിറ്റീവ് ഡീവിയേഷന്റെ കാര്യത്തിൽ ഈ എ ബി മോളിക്യൂൾസിന്റെ അല്ലെങ്കിൽ ഈ എ ബി ഇന്ററാക്ഷൻ വീക്ക് ആയതുകൊണ്ട് എയും ബിയും വിൽ ബി മോർ വോളറ്റൈൽ ദാൻ ഇൻ ആൻ ഐഡിയൽ സിറ്റുവേഷൻ? ഐഡിയൽ സിറ്റുവേഷനിൽ എന്താണ്? എ ബി ഇസ് ഈക്വൽ ടു ദീസ് ഗൈസ്.
But positive deviation, AB interaction is weaker than these guys. Appo A and B can easily break the bond and they can escape when compared to ideal scenario. Ideal scenario vechu nokkumbol positive deviation A and B solvent and solute molecules have more tendency to escape into vapor state. Endukondana AB interaction is weaker. If AB interaction is equal to these guys, if AB interaction is lesser than these guys, don't you think that A and B molecules will have more tendency to escape compared to ideal situation? A and B more tendency in down vaporize cheyanayittu. Adu more tendency undengil adinte rendindeയും partial pressures will be greater than the ideal situation. Idana ideal situation ന്റെ partial pressures. അപ്പോൾ positive deviation അവരുടെ partial pressures will be greater than these guys. Ideal situation വെച്ച് നോക്കുമ്പോൾ. Yes or no? Yes or no, my dear students? അപ്പോൾ നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എല്ലാവരും നോക്കുക. നമ്മൾ ആ ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതായത് ഇവിടെ chi A equal to 0, chi A equal to 1, chi B equal to 1, chi B equal to 0. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ if you are getting a straight line, my dear students, അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് അല്ലേ? If we are getting a straight line, അതൊരു ഐഡിയൽ സിറ്റുവേഷൻ ആണ് അല്ലേ? ഇപ്പൊ ഇത് ഞാൻ പി എയുടെ ഗ്രാഫായിട്ട് വരച്ചു. പി എ ഈക്വൽ ടു chi A ഇൻറ്റു പി നോട്ട് എ. ഓക്കെ, ഇത് പി നോട്ട് എ ആണ്. യെസ് ഓർ നോ? ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് വരുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ ആക്ച്വലി പോസിറ്റീവ് ഡീവിയേഷനിൽ എന്താണ്? ദിസ് ഇസ് പി എ ഇസ് ഗ്രേറ്റർ ദാൻ chi A ഇൻറ്റു പി എ ഇസ് ഗ്രേറ്റർ ദാൻ chi A ഇൻറ്റു പി നോട്ട് എ ആണ് ഇവിടെ വരേണ്ടത്. പി നോട്ട് എ ആണ് അവിടെ വരേണ്ടത്. ഗ്രേറ്റർ ദാൻ chi A ഇൻറ്റു പി നോട്ട് എ. ഗ്രേറ്റർ ദാൻ chi A ഇൻറ്റു പി നോട്ട് എ അല്ലേ? യെസ് ഓർ നോ? അപ്പോൾ എല്ലാ പോയിന്റ് എടുക്കുമ്പോൾ സപ്പോസ് ഞാൻ ഈ പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കാം. ഈ പോയിന്റ് എടുക്കുമ്പോൾ ഐഡിയൽ സിറ്റുവേഷനിൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഇസ് ദിസ് മച്ച് അല്ലേ? പക്ഷെ റിയൽ സിറ്റുവേഷനിൽ അത് അതിനും കൂടുതലായിരിക്കും. ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഐഡിയൽ സിറ്റുവേഷനിൽ ഇവിടെയാണ് വരേണ്ടത്, പക്ഷെ റിയൽ സിറ്റുവേഷനിൽ അത് ഇവിടെ ആയിരിക്കും. ഈ പോയിന്റ് എടുക്കുകയാണ്, ഐഡിയൽ സിറ്റുവേഷനിൽ അത് ഇവിടെയാണ്, പക്ഷെ റിയൽ സിറ്റുവേഷനിൽ അത് ഇവിടെയാണ്. സോ ബേസിക്കലി ഈ ഗ്രാഫ് വരാൻ പോകുന്നത് ഇതിന്റെ മേളിൽ കൂടെ ആയിരിക്കും. This graph is for ideal situation. ഇതൊരു ഐഡിയൽ സിറ്റുവേഷൻ. ഇത് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് is for ideal. But this is positive deviation. Got it? ഇനി നിങ്ങൾ പി ബിയുടെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പി ബിയുടെ ഗ്രാഫ് ഇങ്ങനെ വരും അല്ലെ? സ്ട്രെയിറ്റ് ലൈൻ. യെസ് ഓർ നോ? പക്ഷെ ആക്ച്വൽ പി ബിയുടെ ഗ്രാഫോ മൈ ഡിയർ സ്റ്റുഡൻസ്, ആക്ച്വൽ പി ബിയുടെ ഗ്രാഫ് അതിന്റെ മേളിൽ കൂടെ വരും. എന്തുകൊണ്ടാണ്? ദിസ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഒരു ഐഡിയൽ സിറ്റുവേഷനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഐഡിയൽ സിറ്റുവേഷൻ, പക്ഷെ റിയൽ വാല്യൂ നോക്കുമ്പോൾ ഈ വാല്യൂ അല്ല, ഇതിന്റെ മേളത്തെ വാല്യൂ ആണ് വരുന്നത്. അല്ലെങ്കിൽ ഈ ഒരു കോൺസെൻട്രേഷനിൽ ഇതായിരിക്കില്ല, ഇത് ഐഡിയൽ പാർഷ്യൽ പ്രഷർ ആണ്, അതിന്റെ മേളിൽ വരുന്നതായിരിക്കും ആക്ച്വൽ പി ബി വാല്യൂ. യെസ് ഓർ നോ? യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? ഇനി നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ടോട്ടൽ പ്രഷർ. ടോട്ടൽ പ്രഷർ വിൽ ഡെഫിനറ്റ്ലി be greater than chi A P naught A plus chi B P naught B. അല്ലേ? കാര്യം ഇത് is greater than, as in this guy is lesser than PA. Yes or no, my dear students? This guy is lesser than PB. Yes or no, my dear students? അപ്പോൾ PA plus PB ആണ് actually total solution pressure. That will be definitely greater than this plus this. Got it? Because this guy is ideal value. This ideal total pressure ആണ്. ഇത് ideal value ആണ് ഇവിടെ വരുന്നത്. This is ideal value. അല്ലേ? This is ideal. So understand that the total pressure of the solution will be greater than the ideal total pressure. അതായത് ഞാൻ ആ ടോട്ടൽ പ്രഷറിന്റെ ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ
ടോട്ടൽ പ്രഷറിന്റെ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതായിരിക്കും ടോട്ടൽ പ്രഷറിന്റെ ഗ്രാഫ്. സോറി, ചെറുതായിട്ടൊന്ന് വളഞ്ഞു പോയി അവൻ. ടോട്ടൽ പ്രഷറിന്റെ ഗ്രാഫ് വിൽ ബി അഗൈൻ എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. പക്ഷേ അത് ഐഡിയൽ സിറ്റുവേഷനിൽ, ആക്ച്വൽ സിറ്റുവേഷനിൽ അവൻ നേരെ മേളിൽ കൂടെ വരും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അവൻ നേരെ മേളിൽ കൂടെ വരും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ ചാമ്പ്യൻസ്? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എവിടെ നോക്കൂ, ഈ ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. ഓക്കെ, കൈ എ ഈക്വൽ ടു 0 ഇസ് അറ്റ് ദിസ് പോയിന്റ്, കൈ എ ഈക്വൽ ടു 1 ഇസ് അറ്റ് ദിസ് പോയിന്റ്. ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ മേളിൽ കൂടെ വരും. ഇവിടെയും ഐഡിയൽ സ്റ്റുഡൻസ് ഇത് നോക്കൂ, ഈ ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ ഈ റിയൽ സിറ്റുവേഷൻ, ഈ പോസിറ്റീവ് ഡീവിയേഷൻ വിൽ കം അബവ് ദാറ്റ്. യെസ് ഓർ നോ? ഇവിടെയും നോക്കൂ, ഡോട്ടഡ് ലൈൻ എന്ന് പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. പക്ഷെ റിയൽ സിറ്റുവേഷൻ, ദ റിയൽ ടോട്ടൽ പ്രഷർ വിൽ ബി അബവ് ദാറ്റ്. യെസ് ഓർ നോ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ ഇങ്ങനെ ഒരു ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ദിസ് ഇസ് എ ഗ്രാഫ് ഫോർ പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പൊ നിങ്ങൾ കുറച്ച് പേര് ചോദിക്കുന്നു, സാർ ഇവിടെ ഈ വാല്യൂ കൂടുതലാണല്ലോ, ഈ വാല്യൂ കുറവും, സാറ് കുറച്ച് ഗ്രാഫിൽ അങ്ങനെയല്ലല്ലോ, ഇത് കുറവും അത് കൂടുതലും. ദാറ്റ് ഡിപ്പെൻസ്. ഇവിടെ ഞാൻ അസ്യൂം ചെയ്തു എന്ത്, ഒരു മിനിറ്റ്, അവിടെ P0 A ആണ് കേട്ടോ വരുന്നത്. ഓവർ ഹിയർ ഇസ് കൈ എ ഇൻടു P0 A, കൈ എ ഇൻടു P0 A. ഓക്കെ, P0 A ആണ് അവിടെ വരുന്നത്, P0 A. ഓക്കെ, ആൻഡ് ദിസ് പോയിന്റ് ഓവർ ഹിയർ ഇസ് P0 A പോയിന്റ്. ഓക്കെ, യെസ് ഓർ നോ? അത് ഐഡിയൽ. അപ്പൊ ഞാൻ ഒറ്റ കാര്യം ഇവിടെ ചെയ്തുള്ളൂ. ഇവിടെ ഞാൻ എടുത്തപ്പോൾ ഐ ജസ്റ്റ് ടുക്ക് P0 A is greater than P0 B, അത്ര എടുത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് P0 A is greater than P0 B ഗ്രാഫ് ഇങ്ങനെ ഇരിക്കുന്നത്. അല്ല P0 B greater than P0 A ആണെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും. That depends on the question. ഇവിടെ ഇപ്പൊ ഈ ഗ്രാഫില് P0 B is greater than P0 A എന്ന് കൊടുത്തു. Okay, this is P0 A. This point over here is P0 A. Okay, this point over here is P0 B. അത് നമ്മൾ എടുക്കണ അനുസരിച്ചിരിക്കും. But I hope you guys understood the logic. അപ്പൊ ഇതാണ് പോസിറ്റീവ് ഡീവിയേഷനിൽ സംഭവിക്കുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. കോമൺ എക്സാമ്പിൾസ് നോക്കുക. അസറ്റോൺ പ്ലസ് എത്തനോൾ, അസറ്റോൺ പ്ലസ് കാർബൺ ഡൈസൾഫൈഡ്, വാട്ടർ പ്ലസ് മെത്തനോൾ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ. ഒരു സിമ്പിൾ ക്ലൂ തരാം മൈ ഡിയർ സ്റ്റുഡൻസ്, whenever you have a non-polar plus polar ഒരു കോമ്പിനേഷൻ വരികയാണെങ്കിൽ that will be positive deviation mostly. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. കാര്യം എന്താണ്? ഇപ്പൊ ഞാൻ പറയാം, അസറ്റോൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി പോളാർ ആണ്. My dear students, this is acetone. It's slightly polar in nature. Partial negative over here, partial positive over here. Carbon disulfide, my dear students, is non-polar. It's non-polar. ഈ പോളാറും നോൺ പോളാറും കൂടുമ്പോൾ അമാരി ഇന്ററാക്ഷൻസ് കുറയാണ് ചെയ്യുന്നത്. കാര്യം എന്താണ്? ലൈക്ക് dissolves with, as in like interacts with like. Polar എപ്പോഴും polar ആയിട്ടാണ് interact ചെയ്യുക, നോൺ പോളാർ എപ്പോഴും നോൺ പോളാർ ആയിട്ടാണ് interact ചെയ്യുക. അപ്പൊ പോളാറും നോൺ പോളാറും interact ചെയ്യുമ്പോൾ അമാരുടെ ഇന്ററാക്ഷൻസ് കുറയാണ് ചെയ്യുന്നത്. അസറ്റോണും കാർബൺ ഡൈസൾഫൈഡ് interact ചെയ്യുമ്പോൾ അസറ്റോൺ നോക്കും, അയ്യോ അവിടെ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു, അവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ച് പോളാർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇവിടെ ആകുമ്പോൾ എനിക്ക് നോൺ പോളാർ ഫ്രണ്ട്സ് ആണുള്ളത്. കാർബൺ ഡൈസൾഫൈഡ് അത് തന്നെ പറയും, അവിടെ ആകുമ്പോൾ എനിക്ക് കുറച്ച് നോൺ പോളാർ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇവിടെ ആകുമ്പോൾ എനിക്ക് പോളാറാണ് വരുന്നത്. സോ ബേസിക്കലി ഇതൊരു ക്ലൂ ആണ്. പോളാറും നോൺ പോളാറും കൂടെ വരുമ്പോൾ മിക്കപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും മൈ ഡിയർ സ്റ്റുഡൻസ്, മറക്കരുത്. ഓക്കെ, യെസ് ഓൺ. അപ്പൊ ഈ എക്സാമ്പിൾസ് പഠി, എപ്പോഴും എല്ലാ കേസിലും എല്ലാ പോസിറ്റീവ് ഡീവിയേഷനും അങ്ങനെ ആവണമെന്നല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വെള്ളവും, വാട്ടർ ആൻഡ് മെത്തനോൾ ബോത്ത് ആർ പോളാർ ബട്ട് സ്റ്റിൽ പോസിറ്റീവ് ഡീവിയേഷൻ. കാര്യം എന്താണെന്ന് വെച്ചാൽ വാട്ടറിൽ മൈ ഡിയർ സ്റ്റുഡൻസ് ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ കൂടുതലാണ്. വൺ വാട്ടർ മോളിക്യൂൾ ആൻഡ് അനദർ വാട്ടർ മോളിക്യൂൾ hydrogen bonding is more effective than water and methanol.
വെള്ളവും മെത്തനോളും തമ്മിലുള്ള ഹൈഡ്രജൻ ബോണ്ടിങ്ങിലും വളരെയധികം കൂടുതലാണ് വെള്ളവും തമ്മിലുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ. ഞാൻ പറഞ്ഞ ക്ലൂ എന്തെന്ന് വെച്ചാൽ എപ്പോഴും പോളാറും നോൺ പോളാറും വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മിക്കപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ ആവാൻ സാധ്യതയുണ്ട്. എന്നാൽ എപ്പോഴും പോസിറ്റീവ് ഡീവിയേഷൻ അങ്ങനെയല്ല. പോളാർ വന്നാലും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കാൻ പറ്റും. പോളാർ നോൺ പോളാർ വന്നാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഷുവർ ആക്കാൻ പറ്റും ദാറ്റ്സ് പോസിറ്റീവ് ഡീവിയേഷൻ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ് എന്താണ് മൈ ഡിയർ സ്റ്റുഡൻസ്? ഓബ്വിയസ്ലി പോസിറ്റീവ് ഡീവിയേഷൻ കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ. Positive deviation, the AB interaction was weaker. Over here, AB interaction is stronger, my dear students. AB interaction stronger than AA and BB. Appo delta H mix endana less than 0. Delta H mix endana less than 0. Sir, adonu prove cheyan pattumo simple aayittu. Ipo A yum A yum thammilulla interactions break cheyan 10 joules venennu virikka. B yum interactions break cheyanayittu 8 joules വേണമെന്ന് വിചാരിക്കുക. ഓക്കെ, എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആണ്. അപ്പോൾ ഇവൻ വിടാൻ പോകുന്നത്, ഇവൻ റിലീസ് ചെയ്യാൻ പോകുന്ന എനർജി ലെറ്റ് us say it's like -13. ഓക്കെ, another AB also -13 is coming out. എന്തുകൊണ്ടാണ് -13 എന്ന് എടുത്തത്? ഇത് തമ്മിലുള്ള ഇന്ററാക്ഷൻ കൂടുതലാണ്. അപ്പോൾ the energy that they are going to release will be greater than the energy required to break them. Appo what is the total over here? -26. What is the total over there? 18. What is the total? 18 plus -26. അതായത് ബേസിക്കലി -8 എന്ന് വരും അല്ലേ? ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് എത്രയാണ്? 10 plus 8 minus 13 minus 13. 10 plus 8 minus 13 minus 13. That is equal to -8. Yes or no, my dear students? Yes or no? That is basically delta H of mix is less than 0. Delta H of mix is less than 0. Now delta V of mix is also less than 0. എന്തുകൊണ്ടാണ്? AB interactions stronger ആണ്, my dear students. അതായത് നോക്കുക 10 ലിറ്റർ ഇവിടെയും 10 ലിറ്റർ ഇവിടെയും എയുടെ കേസിൽ, ബിയുടെ കേസിൽ 5 ലിറ്ററും എടുക്കുകയാണെങ്കിൽ എനിക്ക് വരാൻ പോകുന്ന വോള്യൂം, this volume will be lesser than 15. This volume will be lesser than 15. This volume over here will be lesser than 15 AB volume. എന്തുകൊണ്ടാണ്? എയും ബിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ആണ്, അവന്മാർ അടുത്തോട്ട് വരും. BB interaction ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക, ബോണ്ട് ലെങ്ത്. ഓക്കെ, ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക ബോണ്ട് ലെങ്ത്. AA interaction ഇത്ര ഉണ്ടെന്ന് വിചാരിക്കുക ബോണ്ട് ലെങ്ത്. AB വരുമ്പോൾ അവന്മാർ അടുക്കും. AB വരുമ്പോൾ അവന്മാർ അടുത്തോട്ട് വരും. കാര്യം എന്താ? ഇന്ററാക്ഷൻസ് സ്ട്രോങ്ങർ ആണ്. അപ്പൊ വോള്യം കുറയുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് this V final minus V initial will be lesser than 0. V final minus V initial will be lesser than 0. പിന്നെ obviously entropy terms നിങ്ങൾക്കറിയാം. entropy terms delta S of mix will be greater than 0. delta G of mix will be lesser than 0. Okay, കാര്യം that does not depend on anything. Spontaneous process ആണെങ്കിൽ definitely it is delta S mix greater than 0. delta G of mix is lesser than 0. Got it? Yes or no, my dear students? ഇനി എന്താണ് my dear students? ഇനി ആ ഗ്രാഫ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം. നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം, my dear students. എല്ലാവരും നോക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെയും ചെയ്യാം. നോക്കുക. അതായത് നമുക്കറിയാം ഐഡിയൽ സിറ്റുവേഷനിൽ എന്താണ്? PA, partial pressure of A is equal to chi A into P naught A. PB is equal to chi B into P naught B. Yes or no? ഇനി നെഗറ്റീവ് ഡീവിയേഷനിൽ എന്താണ് സംഭവിക്കുക? നെഗറ്റീവ് ഡീവിയേഷനിൽ PA will be lesser than chi A into P naught A. PB will be lesser than chi B into P naught B. നിങ്ങൾ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആയിട്ട് കമ്പയർ ചെയ്യൂ. പോസിറ്റീവ് ഡീവിയേഷനിൽ എന്താണ് കണ്ടത് നമ്മൾ? PA is greater than chi A into P naught A. PB is greater than chi B into P naught B. Negative deviation എന്താണ്, my dear students? PA is lesser than this. എന്തുകൊണ്ടാണ്?
കാര്യം എന്തെന്ന് ചോദിച്ചാൽ നെഗറ്റീവ് ഡീവിയേഷനിൽ ഈ എയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ടല്ലോ, ഇവന്മാർ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അവന്മാർക്ക് വേപ്പറൈസ് ചെയ്ത് പോവാനായിട്ട് പാടായിരിക്കും. എന്ത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ? ഐഡിയൽ സിറ്റുവേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഐഡിയൽ സിറ്റുവേഷനിൽ എ ഇന്ററാക്ഷൻ, ഐഡിയൽ സിറ്റുവേഷൻ നമുക്കറിയാം എ ബി ഇന്ററാക്ഷൻ ഇസ് ദ സെയിം ആസ് എ ഇന്ററാക്ഷൻ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ. പക്ഷെ ഇവിടെ വരുന്നത് എന്താണ്? എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ്ങർ ദാൻ എ ഇന്ററാക്ഷൻ ആൻഡ് ബി ബി ഇന്ററാക്ഷൻ. അതായത് എയും ബിയും തമ്മിൽ ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അവന്മാര് വേപ്പറൈസ് ചെയ്ത് പോകാനായിട്ട് വളരെ പാടായിരിക്കും. സോ പി എ ഇസ് ലെസർ ദാൻ കൈ എ ഇൻറ്റു പി നോട്ട് എ. കാര്യം കൈ എ ഇൻറ്റു പി നോട്ട് എ എന്ന് പറയുന്നത് ഐഡിയൽ സിറ്റുവേഷൻ ആണ്. ഐഡിയൽ പാർഷ്യൽ പ്രഷർ ഓഫ് എ ആണ്. ഒബ്വിയസ്ലി ദ റിയൽ നെഗറ്റീവ് ഡീവിയേഷൻ പാർഷ്യൽ പ്രഷർ ഓഫ് എ, ഈ പി എ വാല്യൂ, ദി ആക്ച്വൽ പി എ വാല്യൂ വിൽ ബി ലെസർ ദാൻ ദി ഐഡിയൽ വൺ. കാര്യം എന്താണ്? എയും ബിയും വേപ്പറൈസ് ചെയ്യാനായിട്ട് പാടുപെടും അല്ലെ? ബിയുടെ കേസിലും അങ്ങനെ തന്നെയായിരിക്കും. അപ്പൊ നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇഫ് ദിസ് ഇസ് ദ ഐഡിയൽ ഗ്രാഫ്, നെഗറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരുന്നത് അതിന്റെ അടിയിലായിരിക്കും അല്ലെ? ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ ഒരു ഐഡിയലി ഇവിടെയാണ് വരേണ്ടത്, പക്ഷെ പാർഷ്യൽ പ്രഷർ വിൽ ബി ലെസർ ദാൻ ദാറ്റ്. ഇങ്ങനെ ഒരു കോൺസെൻട്രേഷൻ എടുക്കുകയാണ്, ഐഡിയലി ഇവിടെയാണ് വരേണ്ടത്, പക്ഷെ അതിന്റെ അടിയിലായിരിക്കും. അതേപോലെ തന്നെ പി ബിയുടെ ഗ്രാഫ്, ഇത് പി എയുടെ ഗ്രാഫാണ് മൈ ഡിയർ സ്റ്റുഡൻസ്. പി എയുടെ ഗ്രാഫാണ് നെഗറ്റീവ് ഡീവിയേഷൻ പി എ. ഓക്കെ, അതേപോലെ തന്നെ പി ബിയുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇത് ഐഡിയൽ സിറ്റുവേഷൻ ഗ്രാഫ്, പക്ഷെ റിയലില് നെഗറ്റീവ് ഡീവിയേഷനിൽ അത് അടിയിൽ കൂടെ വരും അല്ലേ? അതേപോലെ തന്നെ ടോട്ടൽ പ്രഷർ എടുക്കുകയാണെങ്കിൽ ഇത് ഐഡിയൽ ടോട്ടൽ പ്രഷർ, യെസ് ഓർ നോ? പക്ഷെ റിയലില് അത് അടിയിൽ കൂടെ വരും. Got it? Yes or no? Fine. പി ബിയുടെ ആയിരിക്കും, ഇത് സൊല്യൂഷന്റെ ആയിരിക്കും. Got it? Yes or no? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഗ്രാഫിൽ. നോക്കുക, ഈ ഡോട്ടഡ് ലൈൻസ്, ദിസ് ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ്സ് ഐഡിയൽ സിറ്റുവേഷൻ. അതിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ പോകുന്നത്. അതേപോലെ തന്നെ ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ്സ് ഐഡിയൽ സിറ്റുവേഷൻ, അതിന്റെ അടിയിൽ കൂടെ ആയിരിക്കും നെഗറ്റീവ് ഡീവിയേഷൻ പോകുന്നത്. യെസ് ഓർ നോ? അതേപോലെ തന്നെ ടോട്ടൽ പ്രഷർ നോക്കുകയാണെങ്കിൽ ഐഡിയലി ദിസ് ഷുഡ് ബി ദ ടോട്ടൽ പ്രഷർ, സ്ട്രെയിറ്റ് ലൈൻ. പക്ഷെ റിയലി നെഗറ്റീവ് ഡീവിയേഷനിൽ അതിന്റെ അടിയിൽ കൂടെ വരും. ഗോട്ട് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്? യെസ് ഓർ നോ മൈ ഡിയർ ചാമ്പ്യൻസ്? മറക്കരുത്. അപ്പൊ നമ്മൾ എല്ലാത്തിൻ്റെയും ഇൻഡെപ്ത് രീതിയിൽ കണ്ടു. ഐഡിയൽ സിറ്റുവേഷനിൽ ഡെൽറ്റ എച്ച് മിക്സ് ഈക്വൽ ടു 0. യെസ് ഓർ നോ? നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഐഡിയൽ സിറ്റുവേഷനിൽ മൂന്നിന്റെയും ഇന്ററാക്ഷൻ സെയിം ആയിരിക്കും. സോൾവെന്റ് വിൽ ബി ഈക്വൽ ടു സൊല്യൂട്ട് വിൽ ബി ഈക്വൽ ടു solute solvent. Delta H of mix will be equal to 0. Delta V of mix will be equal to 0. This greater than 0. Entropy greater than 0. Gibbs energy less than 0. Graph നമുക്ക് അറിയാം. It will be straight line. അല്ലേ? നോൺ ഐഡിയൽ എക്സാമ്പിൾസ് കണ്ടു. എക്സാമ്പിൾസ് മറക്കരുത്. ബെൻസീൻ, ടോളുവിൻ, ഹെക്സൈൻ, ഹെപ്റ്റീൻ. ഓക്കെ. നോൺ ഐഡിയൽ രണ്ടെണ്ണം ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ. പോസിറ്റീവില് സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ഇസ് വീക്കർ ദാൻ സോൾവെന്റ് ആൻഡ് സൊല്യൂട്ട്. ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എന്തുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു അല്ലേ? എനർജീസ് വെച്ചിട്ട് എക്സാമ്പിൾ കാണിച്ചു തന്നു, അത് മറക്കരുത്. ഇറ്റ്സ് എൻ എൻഡോതെർമിക് പ്രോസസ്. ഡെൽറ്റ വി ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. കാര്യം എന്താണ്? ഈ ഇന്ററാക്ഷൻസ് വീക്ക് ആവുമ്പോൾ ആ ബോണ്ട് distance is becoming bigger. As in the volume will only increase. Final volume of the solution is more than initial volume. Delta S of mix is greater than 0. Delta G of mix is less than 0. കാര്യം അത് സ്പോണ്ടേനിയസ് പ്രോസസ് ആണ്. ഗ്രാഫ് ഇങ്ങനെ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Got it? Yes or no? ഇനി വരുന്നത് എക്സാമ്പിൾസ് മറക്കരുത്. ഞാനൊരു ക്ലൂ തന്നു. നോൺ പോളാർ ആണെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആവാനാണ് സാധ്യത മിക്കപ്പോഴും. ഓക്കെ. നെഗറ്റീവ് ഡീവിയേഷനിൽ ഇന്ററാക്ഷൻ ഓവർ ഹിയർ വിൽ ബി ഗ്രേറ്റർ ദാൻ ദ സോൾവെന്റ് സൊല്യൂട്ട്. ഡെൽറ്റ എച്ച് ഓഫ് മിക്സ് ഇസ് ലെസ് ദാൻ 0. ഡെൽറ്റ വി ഓഫ് മിക്സ് ഇസ് ലെസ് ദാൻ 0. ഡെൽറ്റ എസ് ഓഫ് മിക്സ് ഇസ് ഗ്രേറ്റർ ദാൻ 0. എൻട്രോപ്പി ഇസ് ഗ്രേറ്റർ ദാൻ 0. ഗിബ്സ് എനർജി ഇസ് ലെസ് ദാൻ 0. കാര്യം ഇവന്മാര് മാറുന്നില്ല. എല്ലായിടത്തും ഇവന്മാര് എപ്പോഴും സെയിം ആയിരിക്കും. കാരണം ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സ്പോണ്ടേനിറ്റി ഓഫ് ദ പ്രോസസ്. സ്പോണ്ടേനിയസ് പ്രോസസ് ആണോ? ആണ്. ഗോട്ട് ഇറ്റ്? ഗ്രാഫ് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. യെസ് ഓർ നോ? നമുക്ക് ഇനി എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻ. സം എക്സാമ്പിൾസ് ഓവർ ഹിയർ നമുക്ക് കാണാം.
Acetone and aniline, acetone and chloroform. Chloroform എന്താണ് my dear students? Chloroform is CHCl3, okay? കാര്യം എന്താണെന്ന് വെച്ചാൽ അസറ്റോണും ക്ലോറോഫോമും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഹൈഡ്രജൻ ബോണ്ടിങ് നടക്കുമ്പോഴാണ് അവന്മാരുടെ ഇൻട്രാക്ഷൻസ് കൂടുന്നത്. ഓക്കെ, മെത്തനോൾ ആൻഡ് അസറ്റിക് ആസിഡ്. ഇനിയും എക്സാമ്പിൾസ് തരാം മൈ ഡിയർ സ്റ്റുഡൻസ്. വേണമെങ്കിൽ നമുക്ക് നോക്കാം. വാട്ടർ പ്ലസ് HNO3 is another example. നൈട്രിക് ആസിഡും വെള്ളവും is another example, another very common example of negative deviation. Okay, my dear students. അപ്പോൾ ഈ എക്സാമ്പിൾസും നോക്കി വെക്കണം. ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. ക്വസ്റ്റ്യൻസിലേക്ക് നീങ്ങാം മൈ ഡിയർ സ്റ്റുഡൻസ്. ഈസി ക്വസ്റ്റ്യൻസ് ആണ്. കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈ പോർഷനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് തീർക്കാൻ പറ്റും. സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻസ്. എല്ലാവരും സ്വയം ചെയ്യാൻ നോക്കുക. Which of the following statements is correct regarding a solution of two components A and B exhibiting positive deviation? Positive deviation. Okay. നമുക്ക് നോക്കാം. First option. Intermolecular attractive forces between AA and BB are equal to those. No. അത് ഐഡിയലിലാണ്. ഇത് ഐഡിയൽ സിറ്റുവേഷനിലാണ്. Next. Intermolecular attractive force between AA and BB are stronger. Obviously. This is correct. നമുക്കറിയാം AB interaction is weaker than AA and BB. അല്ലേ? Yes or no? ഇതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ അടയാളം. Yes or no? Delta H mix is equal to 0? No. Ideal. Delta V of mix is equal to 0? That's also for ideal. ഇതാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ characteristic. Okay, my dear students. Let's move on to the next one. Which is not equal to 0 for an ideal solution? Delta H of mix is 0 ആണ്. Delta P is equal to P observed minus P Raoults. So basically P observed minus P Raoults എന്ന് വെച്ചാൽ observed total vapor pressure of the solution minus Raoults laws vapor pressure. അതായത് ഈ P solution obviously will be equal to P ideal. No, ഈ P ideal എന്ന് വെച്ചാൽ എന്താണ്? P Raoults. അതായത് for ideal solution this will be the same. നോൺ ഐഡിയലിലാണ് ഇവന്മാർ തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഐഡിയൽ സൊല്യൂഷനിൽ ഇവന്മാർ എപ്പോഴും സെയിം ആയിരിക്കും. ഈ PS ആണ് ഇവന്മാർ P ഒബ്സർവ്ഡ് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Obviously P observed minus P Raoult will be equal to 0. Delta V of mix is equal to 0. പക്ഷെ delta S of mix ഞാൻ പറഞ്ഞു whether it's ideal or non ideal it will be greater than 0. കാര്യം എന്താണ്? It is a spontaneous process. Formation of solution is a spontaneous process. അത് മനസ്സിൽ കാണുക. Got it? Next. A solution containing components A and B follows Raoult's law when? അയ്യോ, വളരെ എളുപ്പമായി പോയി. വളരെ എളുപ്പമായി പോയി. AB interaction remains the same. അല്ലേ? Solute-solvent interaction remains the same as solvent and solute. വളരെ simple question ആണ് my dear students. Let's move on to the next one. All forms ideal solution except. Okay, ഇത്തരത്തിലുള്ള questions വളരെ popular ആണ്. All of them forms ideal solutions except. നമുക്ക് നോക്കാം. ബെൻസീനും ടൊളുവീനും C6H6 എന്ന് വെച്ചാൽ ബെൻസീൻ ആണ്. This is toluene. Obviously this is ideal. C2H6 and C2H5I ideal ആണോ? ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. C6H5Cl and C6H5B are obviously ideal ആയിരിക്കും. കാരണം ഒരെണ്ണം ക്ലോറോ ബെൻസീൻ, ഒരെണ്ണം ബ്രോമോ ബെൻസീൻ. രണ്ടിന്റെ മാസിന് അങ്ങനെ വ്യത്യാസമുണ്ട്, പക്ഷെ രണ്ടിന്റെ പൊളാരിറ്റിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. രണ്ടും ഏതാണ്ട് ഓബ്വിയസ്ലി ഐഡിയൽ ആവാൻ നല്ല സാധ്യതയുണ്ട്. നമുക്കറിയില്ല, എന്നാലും നോക്കാം. C2H5Iയും C2H5OHും ഇവിടെ നമുക്ക് നോക്കാം. ഈ C2H5OHന് സ്വന്തമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഒരാളാണ് ഇവൻ സ്വന്തമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഒരുത്തനാണ്. C2H5OH ആൽക്കഹോൾ ഇന്ററാക്ഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ആ സ്വന്തമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഒരുത്തനെ പിടിച്ച് C2H5Iൽ കൊണ്ടിട്ടാൽ അവന്റെ ഇന്ററാക്ഷൻസ് കുറവായിരിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എത്തനോളിന് സ്വന്തമായിട്ട് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് മൈ ഡിയേഴ്സ്. ഹൈഡ്രജൻ ബോണ്ടിങ് ഇസ് one of the strongest intermolecular force of attraction. ആണ് ഹൈഡ്രജൻ ബോണ്ടിങ്. ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ള ഒരുത്തനെ പിടിച്ച് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിപ്പിച്ചാൽ C2H5 കൊണ്ടിട്ടാൽ ആ ഇന്ററാക്ഷൻസ് വീക്കർ ആയിരിക്കില്ലേ മൈ ഡിയർ സ്റ്റുഡൻസ്? അപ്പൊ ദിസ് ഇസ് an obvious case of non ideal solution. Obvious ആണ്. കാര്യം ഇതിൽ
ഇവനെ മാത്രം നോക്കിയാൽ മതി. ആ ക്ലൂ അവിടെയാണ് നടക്കുന്നത്, ആ ക്ലൂ അവിടെയാണ് ഇരിക്കുന്നത്. ഗോട്ട് ഇറ്റ്? അപ്പൊ നിങ്ങൾ ചോദിക്കും സാറേ അപ്പൊ ബി ഒന്ന് ഈത്തൈനും ഒന്ന് അയഡോ ഈത്തൈനുമാണ്. ഒബ്വിയസ്ലി കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അവരുടെ ഇന്ററാക്ഷൻസ് തമ്മിൽ, പക്ഷെ വലിയ ഡിഫറൻസ് വരാൻ സാധ്യതയില്ല. വെൻ യു കമ്പയർ ദിസ് ഓപ്ഷൻ വിത്ത് ദിസ് ഓപ്ഷൻ, ദിസ് ഇസ് മച്ച് ബെറ്റർ. ദിസ് ഇസ് എ മച്ച് ബെറ്റർ ചോയ്സ് മൈ ഡിയർ സ്റ്റുഡൻസ്. കാര്യം ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാക്ടർ ഈ എത്തനോളിലുണ്ട്. അത് നീ സൊല്യൂഷനിൽ കൊണ്ടിടും, അത് നമ്മൾ സൊല്യൂഷനിൽ കൊണ്ടിടുമ്പോൾ ആ ഒരു ഫാക്ടർ ഇല്ലാതായി പോകുന്നു. എത്തനോൾ ഹാസ് ടു ഇന്ററാക്ട് വിത്ത് അയഡോ ഈത്തൈൻ. Got it? So obviously the answer will be D. Got it? Okay. So that's it my dear students. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൈവൊക്കരുത്, കൈവൊക്കിയിട്ട് കാര്യമില്ല, താഴത്തെ കമന്റ് ബോക്സിൽ ഇടുക my dear students. Got it? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് അടിക്കുക. പിന്നെ കൂടുതൽ നിങ്ങൾ ചോദിക്കേണ്ടത് സാർ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണ്ടേ സാർ? ഡെഫിനറ്റ്ലി എല്ലാ ചാപ്റ്റർ കഴിഞ്ഞാലും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടുതൽ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻസ് വെക്കും ആഫ്റ്റർ എവറി ചാപ്റ്റർ. സോ അതിലും നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യും മൈ ഡിയർ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മൊത്തം കാണുക. ഓക്കെ, എന്നാലേ ഒരു ഫ്ലോ കിട്ടുള്ളൂ. പിന്നെ വളരെ ഇൻറ്റൻസ് രീതിയിലാണ് എല്ലാ ടോപ്പിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഇൻറ്റൻസ് രീതിയിൽ തന്നെ നിങ്ങൾ ഇത് കാണുക, ഡൗട്ട്സ് അപ്പപ്പത്ത് ക്ലിയർ ചെയ്യുക. എൻ്റെ സബ്ജക്ട്സിൽ മാത്രമല്ല എല്ലാത്തിലും. ഓക്കെ, ഓൾവേസ് സ്റ്റേ ക്യൂരിയസ് ലൈക്ക് എ ചൈൽഡ്, ഓൾവേസ് സ്റ്റേ ഇൻക്വിസിറ്റീവ് ലൈക്ക് എ ചൈൽഡ്, ഓൾവേസ് ആസ്ക് ഡൗട്ട്സ്, സ്റ്റേ ഫൂളിഷ് ടു ബി ഇൻ്റലിജൻറ്റ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ടെലിഗ്രാം ചാനലിനെ കുറിച്ച് ഞാൻ പറയാം. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. കാര്യം ചാനലിനെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ കിട്ടുന്നതാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ വെടിക്കെട്ട് ഇവിടെ കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ടിൽ ദെൻ ലവ് യു ഗൈസ്, ലവ് യു ഗൈസ്, ലോട്ട്സ് യു ഗൈസ്. ബൈ ബൈ. സുലാൻ.